നമുക്ക് നിധിയുടെ സുധീഷിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്നേ നല്ല സന്തോഷത്തോടു കൂടിയിട്ടാണ്. സുനന്ദയും അശ്വിനൊക്കെ വിരുന്ന് കഴിഞ്ഞ് വീട്ടിലേക്ക് തിരികെ വരുന്നേ. അങ്ങനെ വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്തൊരു വിഷമം സുനന്ദയുടെ മനസ്സിനെ പിടികൂടുന്നുണ്ട്. സുഭാഷ് എന്നെ കണ്ടപ്പോൾ മുതൽ തുടങ്ങിയതാ, എന്താണെന്നറിയില്ല. അങ്ങനെ അതിനെക്കുറിച്ചൊക്കെ ഓർത്ത് വിഷമിച്ച് മുറിയിലിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അശ്വിനും അങ്ങോട്ടേക്ക് വന്നു. അശ്വിൻ വന്നിട്ട് ചോദിച്ചു, അല്ല ഇതെന്ത് പറ്റി, മുഖമൊക്കെ എന്താ വല്ലായിരിക്കണമെന്ന് ചോദിച്ചു. ഒന്നുമില്ല. അല്ല എന്തോ കാര്യമായിട്ടുണ്ട്, എന്തെങ്കിലും വിഷമമുണ്ടാവും, എന്നോട് പറയാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ പറ. അത് കേട്ടപ്പം സുനന്ദ പറഞ്ഞ, അത് പിന്നെ നാളെ നമ്മൾ പോവല്ലേ, അപ്പം ഈ വീടും ഈ മുറിയൊക്കെ എനിക്ക് നന്നായിട്ട് മിസ് ചെയ്യും. അപ്പം അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് സങ്കടം വന്നു. ഇന്നൊരു രാത്രിയും കൂടെ അല്ലേ ഇവിടെ ഉള്ളൂ. ഓ അതാണോ? അതെ, അവിടെ വീട്ടിൽ ചെന്ന് കഴിയുമ്പം അധികം ബുദ്ധിമുട്ടാണെങ്കിൽ കുറച്ച് ദിവസം ഇവിടെ വീട്ടിൽ വന്ന് നിന്നോ, അതിന് എനിക്കൊരു പ്രശ്നമില്ല, അങ്ങനെയുള്ള ഒരാളല്ല ഞാനെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം കുറച്ചൊരു സമാധാനമൊക്കെ ആയി സുനന്ദയ്ക്ക്. എന്നാലും സുനന്ദയുടെ മനസ്സിൽ സുഭാഷിൻ്റെ വീട്ടിൽ പോയ കാര്യങ്ങളൊക്കെ ആയിരുന്നു വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ പിറ്റേ ദിവസം ആയി കഴിഞ്ഞപ്പം സുനന്ദ അശ്വിനും കൂടെ പോകാനായിട്ട് റെഡിയാവുകയാണ്. ഈ സമയത്ത് ബാഗും കാര്യങ്ങളൊക്കെ കാരണത്ത് കൊണ്ടേ വെച്ചു. ലളിതയും തനേനും ഒക്കെ ചേർന്ന് അങ്ങനെ പോകാൻ സമയത്ത് യാത്ര പറയണം. സുനന്ദയുടെ അടുത്ത് ചെന്നിട്ട് ഭയങ്കര സങ്കടത്തോട് കൂടിയിട്ട് ലളിത പറഞ്ഞു, മോളെ നീ സൂക്ഷിക്കണം കേട്ടോ, നല്ല രീതിയിൽ വേണം അവിടെ പെരുമാറുവാനൊക്കെ, അച്ഛനോടും അമ്മയോടും എല്ലാവരോടും വളരെ നല്ല രീതിയിൽ വേണം. എൻ്റെ വളർത്തു ദോഷമൊന്നും ഒരിക്കലും ആരും ഒന്നും പറയാൻ പാടില്ല, നല്ല രീതിയിൽ പെരുമാറണം. ഇതെല്ലാം സുനന്ദ കേട്ടു. ശരിയെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ലളിതയാണെങ്കിൽ ഭയങ്കര കരച്ചിലാണ്, അതുപോലെ തന്നെ തനേനും കരച്ചില. അപ്പോഴേക്കും ഗംഗാധരൻ്റെ അടുത്തേക്ക് സുനന്ദ എന്നിട്ട് പറഞ്ഞു, അതെ അമ്മാവ, കൃത്യസമയത്ത് മരുന്ന് കഴിക്കണം, ഞാനിവിടെ ഇല്ലെന്ന് കരുതിയിട്ട് മരുന്ന് കഴിക്കാനായിട്ട് താമസിക്കരുത്, അറിയാലോ, ഫുഡ് കഴിച്ച ഉടനെ മരുന്നൊക്കെ കഴിക്കണം, അത് മുടങ്ങില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഗംഗാധരന് ഭയങ്കര സങ്കടം. ഗംഗാധരൻ പറഞ്ഞു, മോളെ നീ ഉണ്ടായിരുന്ന സമയത്ത് എനിക്കൊന്നും അറിയണ്ടായിരുന്നു, പക്ഷെ നീ ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. സാരമില്ല എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പോഴേക്കും അശ്വിനോട് ലളിത പറഞ്ഞു, കണ്ടില്ലേ അവൾക്ക് ഭയങ്കര സങ്കടമുണ്ട്, ഇത്രയും നാളും അവളുടെ അമ്മാവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നേ അവളായിരുന്നു, മരുന്നൊക്കെ എടുത്ത് കൃത്യസമയത്ത് കൊടുക്കുമായിരുന്നു, ഇനിയിപ്പോൾ അവള് പോയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാനായിട്ട് ആരാ ഉള്ളേ, കൃത്യസമയത്ത് എടുത്തു കൊടുക്കാൻ ആരെങ്കിലും വേണ്ടേന്നൊക്കെ പറഞ്ഞു. തനേം പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് അവൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്ന കാര്യമാണോ ലളിത? അത് ശരിയാ. പിന്നീട് ലളിത ഭയങ്കര കരച്ചില. ആ സമയം അശ്വിൻ പറഞ്ഞു, കരയേണ്ട കാര്യമൊന്നുമില്ല, ഇവൾക്ക് എപ്പോൾ വെള്ളം ഇങ്ങോട്ടേക്ക് വരാലോ, പിന്നെ ഞാൻ ദുബായിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം വേണമെങ്കിൽ അവൾ ഇവിടെ വന്ന് നിന്നോട്ടെ എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ ലളിത പറഞ്ഞു, വേണ്ട മോനെ, അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല, അതൊന്നും സാരമില്ല, ഇടയ്ക്ക് എപ്പോഴേലും വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അശ്വിൻ പറഞ്ഞ് യാത്ര പറഞ്ഞ് അങ്ങോട്ട് കയറി കാറിലേക്ക് പോയി. ആ സമയത്ത് സുനന്ദ ലളിതേനെ നോക്കി. പെട്ടെന്ന് ലളിത എന്ത് ചെയ്തു, സുനന്ദയുടെ കൈയെടുത്ത് പിടിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, അതെ ഞാൻ ഇത്രമാത്രം വിഷമിക്കുന്നുണ്ട്, സങ്കടപ്പെട്ട് കരയുന്നുണ്ട്, നിന്റെ കണ്ണീന്ന് ഒരിറ്റ് കണ്ണീര് പോലും പോകുന്നില്ലോ എന്ന് പറഞ്ഞു. അതോ കണ്ണീരോ, ഞാൻ കരയണോ, കരയുന്ന കാണാനാണ് അമ്മയ്ക്ക് താല്പര്യം എന്ന് ചോദിച്ചു. അല്ല അത് മോളെ, പിന്നെ ഞാൻ നിനക്ക് വിഷമമില്ലെന്ന് ചോദിച്ചു ഇവിടുന്ന് പോകുന്നതില്, സങ്കടമോ, ഞാനെന്തിനു സങ്കടപ്പെടണം, അമ്മയുടെ ആഗ്രഹം പോലെ എൻ്റെ കല്യാണം നടന്നില്ലേ, അമ്മ ആഗ്രഹിച്ച പോലെ തന്നെ ഒരാളുടെ കൈ പിടിച്ച് എന്നെ കൊടുക്കുകയും ചെയ്തു, ഇനി അമ്മ എന്തിനു കരയണം, കരയേണ്ട ആള് ഞാനല്ലേന്ന് ചോദിച്ചു. എൻ്റെ ആഗ്രഹങ്ങൾ എന്തെങ്കിലും അമ്മ സാധിച്ചു തന്നിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞാൽ രക്ഷപ്പെട്ടല്ലോ എന്ന് കരുതിയാണ് ഞാനിരിക്കുന്നത്, നീ എന്തൊക്കെയാ പറയണമെന്ന് ചോദിച്ചു. അതെ, ഇത്രയും കാലം അമ്മയുടെ അടി കൊള്ളണമായിരുന്നു, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അമ്മ അടിക്കും, അത് നടുറോട്ടി വെച്ചിട്ടാണെങ്കിലും എവിടെയാണെങ്കിലും ശരി, എത്രമാത്രം അമ്മ എന്നെ അടിച്ചിട്ടുണ്ട്, ഇനി എനിക്ക് അമ്മയുടെ കയ്യിൽ നിന്ന് തല്ല് വാങ്ങണ്ട, ഞാൻ രക്ഷപ്പെട്ടല്ലോ എന്ന് വിചാരിക്കുക. അത് കേട്ടപ്പോൾ ഇടിവെട്ടേറ്റ പോലെ ഇപ്പോൾ ലളിതയ്ക്ക്, അമ്മയുടെ ആഗ്രഹം പോലെ നടന്നില്ലേ, അമ്മ എന്നെ എത്ര വർഷം തല്ലിയിട്ടുണ്ട്, സുഭാഷേൻ്റെ പേര് പറഞ്ഞ്, ഇന്നലെയും കൂടെ അമ്മ എന്നെ തല്ലിയില്ലേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ഭയങ്കര ടെൻഷനായിപ്പോയി. ഇനി കൂടുതലൊന്നും ഞാൻ പറയണില്ല, കയ്യെന്ന് വിടാനും പറഞ്ഞുകൊണ്ട് കൈ അങ്ങോട്ട് വിടുവിച്ചിട്ട് സുനന്ദ എന്ന് കാറിലേക്ക് കയറി. ലളിതയ്ക്ക് വല്ലാത്ത ടെൻഷനായി, ഇടിവെട്ടേറ്റ പോലെ ലളിത നിൽക്കുകയാണ്. അങ്ങനെ അവരങ്ങോട്ട് പോവാണ്. അപ്പോൾ സുഭാഷിൻ്റെ വീടിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ സുനന്ദ അങ്ങോട്ടേക്ക് നോക്കി അവിടെ ആരെങ്കിലും ഉണ്ടോയെന്ന്. പക്ഷെ അവിടെ ആരെയും കണ്ടില്ല, ആരും ഇല്ലാന്ന് തോന്നേ, എല്ലാവരും അകത്തായിരിക്കും. വല്ലാത്തൊരു ബുദ്ധിമുട്ട് സുനന്ദയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോഴേക്കും അശ്വിൻ പതുക്കെ സുനന്ദയുടെ കയ്യിലേക്ക് അങ്ങോട്ട് പിടിച്ചു. വിഷമിക്കേണ്ട, ഞാനില്ലേ എന്ന രീതിയിൽ ആ കയ്യിൽ അങ്ങോട്ട് പിടിക്കണം. സുനന്ദ പറഞ്ഞു, എനിക്ക് സങ്കടമൊന്നും ഇല്ലാന്ന് സുനന്ദ പറഞ്ഞു. അപ്പോൾ അശ്വിൻ വിചാരിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ നിന്ന് പോകുന്നതിൻ്റെ ആ ഒരു വിഷമമായിരിക്കും, അതുകൊണ്ടായിരിക്കും സുനന്ദ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കണേ എന്നൊരു ചിന്ത. ആർക്കാളും കല്യാണം കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഒരു സങ്കടമൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, വേറൊരു വീട്ടിലേക്ക് പറിച്ച് നടപ്പെടുമല്ലേ, അപ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് കാണുമായിരിക്കുമെന്ന് അശ്വിൻ വിശ്വസിക്കുകയും ചെയ്തു. ആ സമയത്ത് ഭയങ്കര സന്തോഷത്തോടു കൂടി സുഭാഷ് പാട്ടൊക്കെ വെച്ച് അടുക്കളയിൽ ആഹാരം പാചകം ചെയ്യുന്നേ. സുധീഷ് പോയി നിധിയെ വിളിച്ചുകൊണ്ട് നോക്ക് എന്ന് പറഞ്ഞു.
എന്താ കണ്ടില്ലേ, ഇന്നലെ വരെ ആകെപ്പാടെ നിന്നിരുന്ന ആളാ ഇപ്പൊ കണ്ട പാട്ടൊക്കെ വെച്ച് ആസ്വദിച്ച കുക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. നിധി പറഞ്ഞു ഇങ്ങോട്ടേക്ക് വരാനും പറഞ്ഞു സുധീഷിനെ അങ്ങോട്ട് വിളിച്ചോണ്ട് പോയി. അതിന് കാരണം എന്താണെന്നറിയോ? എന്താ, സുഭാഷിയെന്ന് മനസ്സിലായി സുനിതയ്ക്ക് നല്ലൊരു ജീവിതം കിട്ടിയിരിക്കണേന്ന്. കാരണം കെട്ടിയിരിക്കുന്ന ചെക്കനും നല്ലവനാന്ന് മനസ്സിലായി. ഇന്നലെ വിരുന്ന് കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ സുഭാഷിയുടെ മനസ്സിലെ പകുതി സങ്കടം മാറി. അതുകൊണ്ടാ താൻ സ്നേഹിക്കുന്ന പെണ്ണിന് ഒന്നിനും ഒരു കുറവും വരില്ല, അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടിയെന്ന് അറിഞ്ഞു കഴിയുമ്പോഴത്തേനും സുഭാഷിയുടെ സന്തോഷമായി. അതാ കാരണം എന്ന് പറഞ്ഞു. ഓ അങ്ങനെയാണല്ലേ, പിന്നല്ലാതെ. അപ്പോഴേക്ക് സുഭാഷ് വന്നിട്ട് ചോദിച്ചു, അല്ല മോള് റെഡിയായെന്ന് ചോദിച്ചു. ആ റെഡിയായി സുഭാഷേട്ടാന്ന് പറഞ്ഞു. കഴിക്കണ്ടേ? എനിക്ക് വിശക്കണില്ല എന്ന് പറഞ്ഞു. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കഴിച്ചിട്ടൊക്കെ പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ സുധീഷും നിധിയും കൂടെ കഴിക്കുകയാണ്. കാരണം ഇന്നാണ് HR റൗണ്ടുള്ള. അതിന് വേണ്ടിയിട്ട് കമ്പനിയിലേക്ക് പോകണം, ആ റൗണ്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ നിധി പോയി പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഇതിന് സുഭാഷ് ചോദിച്ചു ഞാനും കൂടെ വരണമെന്ന് ചോദിച്ചു. അപ്പോഴേക്കും സുധീഷ് പതുക്കെ പറഞ്ഞു, എന്തിനാ എൻ്റെ സുഭാഷേട്ടാ, ഇടയ്ക്ക് കല്ലുകടിയായിട്ട് വരല്ലേ, ഞങ്ങൾ എങ്ങനെയായിരുന്നു തനിച്ചു പോയിക്കോട്ടെ, എൻ്റെ പ്രണയം എങ്ങനെയായിരുന്നു പോവണ്ടേ, എവിടെ പോയാലും സുഭാഷേട്ടൻ ഇങ്ങനെ ഈ അച്ഛൻ്റെ സ്നേഹം കാണിച്ചുകൊണ്ട് പുറകെ വന്നാൽ പിന്നെ ഞാനും നിധി എങ്ങനെ ഒന്ന് സെറ്റ് ആവണമെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ സുഭാഷിന് ശരിക്കും ചിരിയാവുന്നത്. സുഭാഷോട് ശരി ശരി ആയിക്കോട്ടെ പോയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഹരീഷ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു, തൻ്റെ ബൈക്കൊക്കെ തുടച്ചുകൊണ്ട്. ഹരീഷ് ഒരു ഓൾ ദി ബെസ്റ്റ് പറഞ്ഞു. അപ്പോഴേക്കും നിധി വേണം താങ്ക്സ് എന്ന് പറയാണ്. പിന്നീട് ചോദിച്ചു, അല്ല ആളെന്ത് പറയണമെന്ന് ചോദിച്ചു. ആര്? നീതു അല്ല, കാണാറുണ്ടോ, വരുമോ മറ്റോ ചെയ്തോ, പിണക്കമൊക്കെ മാറിയോന്ന് ചോദിച്ചു. ഹരീഷിന് ആകെപ്പാടൊരു നാണമൊക്കെ തോന്നി. ആ സമയം സുധീഷ് പറഞ്ഞു, അവിടെ എന്തെടുക്കുക, ഇനി സമയം പോയെന്ന് പറഞ്ഞ് എന്നെ ചീത്ത പറഞ്ഞേക്കൽ വരാൻ പറഞ്ഞു. അങ്ങനെ നീതി പോയി കാറിലേക്ക് കയറി. അവർ ഇൻ്റർവ്യൂവിന് പോവാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നിധിയോട് സുധീഷ് പറഞ്ഞു, അപ്പോൾ ഉറപ്പായിട്ട് ജോലി കിട്ടൂലല്ലേ? കിട്ടും, ഇനിയിപ്പോൾ HR റൗണ്ട് മാത്രമേ ഉള്ളൂ, ജോലി കിട്ടിയിട്ട് വേണം, എനിക്ക് കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സുധീഷ് ചോദിച്ചു, എന്താ ആഗ്രഹങ്ങൾ? അല്ല നികേഷിന് ഒരു ബൈക്ക് വാങ്ങിക്കൊടുക്കണം. ബൈക്കോ? അപ്പം ആദ്യത്തെ ശമ്പളം കിട്ടുമ്പോൾ അത്രയ്ക്ക് പൈസയൊക്കെ കിട്ടുമെന്ന് ചോദിച്ചു. ആദ്യത്തെ ശമ്പളം കിട്ടുമ്പോൾ അത്രയ്ക്കൊന്നും കിട്ടത്തില്ലായിരിക്കും, പക്ഷേ പോകെ ഓരോന്നൊക്കെ സാധിച്ചു കൊടുക്കണം, സുഭാഷിയാണ് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, ഹരീഷിനും ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ഓ അപ്പം എനിക്ക് വേണ്ടി ഒന്നും ഇല്ലല്ലേ, അപ്പം എന്നെ ഈ കൂട്ടത്തിലൊന്നും പെടുത്തിയിട്ടല്ലേ അല്ലേന്ന് ചോദിച്ചു. അത് കേട്ടപ്പം നിധി ചോദിച്ചു, അതെന്താ സുധീഷ് അങ്ങനെ പറഞ്ഞേ? അല്ല എല്ലാവർക്കും വാങ്ങിച്ചു കൊടുക്കുന്ന കാര്യം പറയുന്നുണ്ട്, പക്ഷേ എനിക്ക് വേണ്ടി ഒന്നും വാങ്ങിച്ചു തരുന്ന കാര്യം പറയണില്ല. അല്ല അവരോടുള്ളതിൻ്റെ നാലിലൊന്നും സ്നേഹം എന്നോടില്ലല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നിധി പറഞ്ഞു, അതെ സുധീഷിൻ്റെ കയ്യിലിരിപ്പുണ്ടാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സുധീഷ് പറഞ്ഞു, ആയിക്കോട്ടെ, നമ്മളെ ഒന്നിനും കൊള്ളത്തില്ലോ എന്നൊക്കെ പറഞ്ഞു. നിധി പറഞ്ഞു, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. സുധീഷ് ചോദിച്ചല്ല ജോലി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ജോലിക്ക് പോകുന്നത്, ഞാൻ ഡെയിലി എന്നും കൊണ്ടുപോയി വിട്ടേന്ന് ചോദിച്ചു. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, എന്തിനാ കൊണ്ടുപോയി വിടുന്നേ, ഞാൻ ഏതെങ്കിലും ടാക്സിക്ക് പോയിക്കൊള്ളാമെന്ന് പറഞ്ഞു. അല്ല അതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ, എന്നിങ്ങനെ ബുദ്ധിമുട്ട്, ഒരു 5-6 മാസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഞാനൊരു സ്കൂട്ടി എടുക്കും, സ്കൂട്ടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ പോകാൻ എളുപ്പമല്ലേ, അതിനുശേഷം ഞാനൊരു കാറ് വാങ്ങും, കാറൊക്കെ ഡ്രൈവ് ചെയ്ത് ആഹാ എന്തൊരു നല്ല അന്തസ്സായിരിക്കും. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ സുധീഷ് പറഞ്ഞു, കൊള്ളാം സൂപ്പറായിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ എന്നെ ഇടയ്ക്കിടയ്ക്ക് ആ കാറിലേക്ക് ഒന്ന് കയറ്റണമെന്ന് പറഞ്ഞു. നിധി ചോദിച്ചു, അതെന്തിനാ, സുധീഷിന് സ്വന്തമായിട്ടൊരു കാറുണ്ടല്ലോ, പിന്നെ എന്തിനാന്ന് ചോദിച്ചു. അല്ല അത് പിന്നെ കൂടുതലൊന്നും പറയണ്ടെന്ന് പറഞ്ഞു. സുധീഷ് പറഞ്ഞു, ഓ അപ്പം ജോലി കിട്ടി കഴിയുമ്പോൾ ഭയങ്കര പ്രതീക്ഷകളല്ലേന്ന് ചോദിച്ചു. പിന്നെ അല്ലാതെ. അങ്ങനെ ഒടുവിൽ കമ്പനിയുടെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പം സുധീഷ് പറഞ്ഞു, എന്നാൽ ശരി പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് പോരെ, ഞാനിവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. വേണ്ട വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, പിന്നെ ഇതൊക്കെ പറയും, എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് വിളിക്കും, സുധീഷ് എവിടെയാണെന്ന് ചോദിച്ചുകൊണ്ട് ഞാനിവിടെ കിടന്നോളാന്ന് പറഞ്ഞു. അങ്ങനെ നിധി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് അങ്ങോട്ട് കയറി പോവാണ്. ആ സമയത്ത് നീതു വർക്ക്ഷോപ്പിലേക്ക് വന്നു. ചന്ത ചോദിച്ചു, എന്ത് പറ്റി പതിവില്ലാതെ ഈ വഴി? അല്ല നിങ്ങളുടെ ചേട്ടൻ വന്നില്ലേന്ന് ചോദിച്ചു. ചേട്ടനോ? ഏത് ചേട്ടൻ? ഓ ഹരീഷ് ചേട്ടൻ. ഹരീഷ് ചേട്ടൻ വന്നിട്ടില്ല, വരത്തില്ലേന്ന് ചോദിച്ചു. വരുമെന്ന് പറഞ്ഞു. എന്ത് പറ്റി? വണ്ടിക്കൊരു സ്റ്റാർട്ടിങ് ഡബിള്. മനസ്സിലായെന്ന് പറഞ്ഞു. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും ഹരീഷ് വന്നു. ഹരീഷ് വന്നു കഴിഞ്ഞിട്ട് ചോദിച്ചു, എന്താടാ ചന്തു? അതെ വണ്ടിക്ക് സ്റ്റാർട്ടിങ് ഡബിള്, വണ്ടി സ്റ്റാർട്ടാകാൻ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. ഓ ഈ വണ്ടി അങ്ങ് നന്നാകുന്ന ലക്ഷണം കാണുന്നില്ലെന്ന് ഹരീഷ് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സുനന്ദ പറഞ്ഞു, സുനന്ദയല്ല നീതു പറഞ്ഞു, അല്ല അതെന്താ സ്റ്റാർട്ടാവാത്തെ? ഞാൻ സത്യമായിട്ടുള്ള കാര്യം പറയണേ. പിന്നെ അത് സ്റ്റാർട്ടാവുന്നുണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ഇല്ല സ്റ്റാർട്ടാവുന്നില്ല എന്ന് പറഞ്ഞു. അന്നൊന്ന് നോക്കിയെന്ന് പറഞ്ഞു. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും വണ്ടി സ്റ്റാർട്ടായി. ഇതെങ്ങനെ സ്റ്റാർട്ടായി? ഇങ്ങോട്ട് വരുന്ന സമയത്ത് സ്റ്റാർട്ടാവുന്ന ബുദ്ധിമുട്ടായിരുന്നല്ലോ. അപ്പോഴേക്ക് ഹരീഷ് പറഞ്ഞു, കണ്ടോടാ സ്റ്റാർട്ടാവുന്ന വണ്ടിയും കൊണ്ട് വണ്ടി പണിയാൻ വേണ്ടി വന്നിരിക്കുമെന്ന് പറഞ്ഞു. അത് കേട്ടതും നീതു പറഞ്ഞു, എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല,
വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ. അതെ, ഓഫ് ആക്കിയിട്ട് ഓൺ ആക്കിയും പിന്നെ സ്റ്റാർട്ട് ആകത്തില്ലായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ സ്റ്റാർട്ട് ആകുന്നില്ല. കണ്ടോ, ഞാൻ പറഞ്ഞ സത്യമല്ലേ? അല്ല, ഞാനിവിടെ ആരെയും കാണാൻ വേണ്ടി വന്നൊന്നുമല്ല. പിന്നെ ഇവിടെ വന്ന് നിങ്ങളുടെയൊക്കെ മുഖം കണ്ടിട്ട് എനിക്കെന്ത് കിട്ടാനാ എന്നൊക്കെ നീതു പറഞ്ഞു. ഹരീഷ് പറഞ്ഞു, ശരി ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഹരീഷ് അവിടെ ഇരിക്കുവാണ്. എന്നു നോക്കിയിട്ട് പറഞ്ഞു, അതെ കുറച്ച് സമയം പിടിക്കും, പെട്ടെന്ന് ശരിയാക്കി തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എത്ര സമയം പിടിക്കും? അതൊന്നും പറയാൻ പറ്റില്ല, ഇരിക്കുവാണെങ്കിൽ ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ നീതു അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഹരീഷ് പറഞ്ഞു, എടാ ചന്തു, നീ പോയി ചായ മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ഓ, എനിക്ക് ചായ ഒന്നും വേണ്ടെന്ന് നീതു പറഞ്ഞു. ഓ, വേണ്ടെങ്കിൽ വേണ്ട, ഞാനിപ്പോൾ എന്ത് പറയാനാ? നീതു ഇടയ്ക്കിടയ്ക്ക് ഉളുകണ്ണിട്ട് ഹരീഷിനെ നോക്കുന്നുണ്ട്. ഹരീഷ് നോക്കുമ്പോഴത്തേനും നോട്ടം തിരിക്കുവാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നീതി ചോദിച്ചു, ഇന്നെങ്ങാനും ശരിയാക്കുമോ? ഞാൻ പറഞ്ഞല്ലോ കുറച്ച് താമസം പിടിക്കും, നിൽക്കാൻ പറ്റുമെങ്കിൽ നിന്നാൽ മതി എന്ന് പറഞ്ഞു. അതിന് കുറേ പണികളൊക്കെ ഉണ്ട്, എൻജിനൊക്കെ എന്തോ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. എൻജിന് കംപ്ലൈൻറ്റോ? അതെ അതെ, എൻജിന് കംപ്ലൈൻറ്റ് ഉണ്ട്, പ്രോപ്പറായിട്ട് എൻജിനൊന്നും വർക്ക് ചെയ്യുന്നില്ല, അതൊക്കെയാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞു. കുറേ സാധനങ്ങളൊക്കെ അഴിച്ചു മാറ്റാനൊക്കെ ഉണ്ട്, അതിന് സമയം പിടിക്കുമെന്ന് പറഞ്ഞു. ചന്തു പറഞ്ഞു, അത്രയ്ക്ക് പ്രശ്നമുണ്ടോ ഹരീഷ് ഏട്ടൻ ചോദിച്ചു. നീയാണോ തീരുമാനിക്കുന്നത്? അതെനിക്കറിയാം എന്ന് പറഞ്ഞു. പിന്നീട് പറഞ്ഞൊരു കാര്യം ചെയ്യുക, പോയിട്ട് വൈകുന്നേരം വന്നാൽ മതി എന്ന് പറഞ്ഞു. വൈകുന്നേരം ഒന്നും എന്നെ കൊണ്ട് വരാൻ പറ്റില്ലെന്ന് നീതു പറഞ്ഞു. ആ, പറ്റില്ലെങ്കിൽ വരണ്ട. ഓ, ഇപ്പോഴോർത്ത് വൈകുന്നേരം ഒന്ന് വന്നിട്ട് പോയി നോക്ക്, പക്ഷെ എന്നാലും ശരിയാവും തോന്നില്ല, നാളെ രാവിലെ വീണ്ടും വന്നാൽ മതി. ഓ, അപ്പം ഇനി ഞാൻ വീണ്ടും 1-2 തവണയും കൂടെ വരണമല്ലേ? ആ, വണ്ടി വേണമെങ്കിൽ വരണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നീതു പറഞ്ഞു, ഓ, ഏത് സമയത്താണ് ഇങ്ങോട്ട് കയറാൻ തോന്നിയത്, വേറെ എവിടെയെങ്കിലും കൊടുത്താൽ മതിയായിരുന്നു പറഞ്ഞു. ഹരീഷ് പറഞ്ഞു, ആ, അങ്ങനെ കൊടുക്കുമായിരുന്നു ഞാൻ രക്ഷപ്പെട്ടേനെന്ന് പറഞ്ഞു. നീതു പറഞ്ഞു, എന്താ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു. 2 പേർക്കും അറിയാം 2 പേരുടെ ഉള്ളിൽ പ്രണയം വന്ന്, പക്ഷേ എങ്കിൽ ഹരീഷ് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ നീതു അത് ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഹരീഷും എൻജോയ് ചെയ്യുന്നുണ്ട്. 2 പേരുടെ നോട്ടവും വട്ടവും ഭാവമൊക്കെ അങ്ങനത്തെ ആയിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് കിടക്കുന്ന ആള് ചന്തുവാണ്. ചന്തുവിനോടായിട്ടാണ് 2 പേരും പറയണേ. ചന്തു ഇത് കേൾക്കുകയും ചെയ്യണം. ഒടുവിൽ ചന്തു പറഞ്ഞു, അതെ, നിങ്ങൾക്ക് 2 പേർക്കും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പരസ്പരം അങ്ങോട്ട് പറഞ്ഞാൽ മതി, എന്നോടിത് പറയണ്ട എന്നും പറഞ്ഞുകൊണ്ട് ചന്തു അങ്ങോട്ട് ഇറങ്ങി പോവാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.